വീണ്ടും ഒരു യാത്രയ്ക്കുള്ള തിരശ്ശീല ഉയരുകയാണ്. ആ യാത്രയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യാത്രകൾ ജീവിതത്തിൽ തരുന്നത് ഒരു പുത്തൻ ഉണർവാണ്. ഇത്തരം യാത്രകൾ പ്രകൃതിയുടെ വിവിധ സ്വഭാവ സവിശേഷതകൾ തൊട്ടറിയാനും പുതിയ പുതിയ സൗഹൃദങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും ഉതകുന്ന ഒന്നാവുമ്പോഴാണ് അതിന് മാറ്റുകൂടുന്നത്. ഓരോ യാത്രികനും യാത്രക്കായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ അവരവരുടെ അഭിരുചികൾക്കൊത്തവണ്ണം മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ നമ്മളുടെ ഈ യാത്ര പ്രകൃതിയുടെ മടിത്തട്ടിലെ മനോഹാരിതകൾ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്പം ഒന്ന് അഡ്വഞ്ചർ ആയാലും വിരോധമില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുകയോ ആസ്വദിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു വ്ളോഗ് പിറവി കൊള്ളുന്നത്. ഇതാ ഇവിടെയും ഒരു വ്ളോഗിനായി തിരിതെളിയുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ സ്റ്റോറീസ്. ഒരു പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയുമാണ് ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതെങ്കിൽ ഇതൊരവസരമായി കണക്കാക്കുക. തുടർന്നുള്ള ഓരോ വ്ളോഗും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും ആ നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി അമർത്താൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഓരോ വ്ളോഗും കണ്ട് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും കമൻ്റായി രേഖപ്പെടുത്തിയാൽ അടുത്ത വ്ളോഗിൽ അതെല്ലാം കൂടുതൽ മികവുള്ളതാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സ്ട്രേഞ്ചർ പോരാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മെറീസനെ ഞാൻ റെഡിയാക്കി. ഇപ്പം മെറീസൻ്റെ അടുത്ത് പറയാ, മമ്മ ഞാനപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പൊട്ട് വെച്ചു. അപ്പോൾ അവൾ പറയാം, മമ്മ നോ സെൻസ് മമ്മ, ഞാൻ ജീൻസ് ഇടുമ്പോൾ പൊട്ടിടാൻ പാടില്ല, ട്രഡീഷണൽ ഡ്രസ്സ് ഇടുമ്പോൾ മാത്രമേ പൊട്ട് വെക്കാൻ പാടുള്ളൂ. എന്താ ഞാൻ ഈ പ്രായത്തിലൊന്നും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് ന്യൂ ജനറേഷൻ. അതെ. ഇന്നത്തെ നമ്മളുടെ യാത്ര തെക്ക് പടിഞ്ഞാറൻ അയർലൻഡിലെ കൗണ്ടി കെറിയിലെ ഇവേരാഗ് പെനൂസിലിയയിലെ 179 കിലോമീറ്ററിൽ അതിമനോഹരമായ ഒരു വൃത്താകൃതിയുള്ള പാതയിലൂടെയുള്ള യാത്രയാണ്. ഈ മനോഹരമായ ഭൂമികയെ റിംഗ് ഓഫ് കെറി എന്നാണ് വിളിക്കാറ്. ഇവിടുത്തെ പരുക്കൻ തീരപ്രദേശങ്ങൾ നമുക്കായി കാത്തുവച്ചിരിക്കുന്നത് മനോഹരമായ ഗ്രാമക്കാഴ്ചകളും മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത യാത്രാ അനുഭൂതികളാണ്. ഒരു ജനപ്രിയമായ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ ഇവിടം അതിസാഹസികമായ ഒരു ഡ്രൈവിനൊപ്പം മലകളും നീർച്ചാലുകളും മൃഗങ്ങളും പുഷ്പങ്ങളും പക്ഷികളും എന്നുവേണ്ട പ്രകൃതി തൻ്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ കൗതുകങ്ങളും കൺകുളിർക്കെ ആസ്വദിക്കാം എന്നുള്ള പ്രത്യേകതയും ഈ ഭൂഭാഗത്തിന് സ്വന്തമായിട്ടുള്ളതാണ്.
ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടിവാരത്ത് നിന്ന് തന്നെ ഒരു കുതിരവണ്ടിയിലൂടെ യാത്ര ആരംഭിക്കാം എന്നുള്ളത് ഇവിടുത്തെ ഒരു ആകർഷണമാണ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അതിമനോഹരമായ ക്യാൻവാസിനൊപ്പം കുളിർത്ത കാറ്റിൻ്റെ അനുഭൂതിയിൽ കുതിരക്കുളമ്പടിയിലൂടെയുള്ള കുതിരവണ്ടിയിലുള്ള യാത്ര അതൊരു രാജകീയ അനുഭൂതിയാണ് നമ്മിൽ ഉളവാക്കുന്നത്. ഒരു പക്ഷേ ഇടുങ്ങിയ വഴികളിലൂടെ നമ്മളുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കുതിരക്കാർക്ക് അല്പം നീരസം നമ്മളോട് തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം ഉപജീവന മാർഗത്തിനായി കുതിരസവാരിയുമായി അവർ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ സ്വന്തം വാഹനത്തിലൂടെ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുകയും അവർക്ക് മാർഗതടസ്സമുണ്ടാക്കുകയും അതിലേറെ അവരുടെ ചോറിൽ മണ്ണുവാരിയിടുന്ന ഇത്തരം പ്രവൃത്തികൾ അവർക്ക് നീരസം ഉണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ യാത്രയിൽ കുതിരവണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുക മാത്രമല്ല, കാൽനടയായി യാത്ര ചെയ്യുന്നവരും സൈക്ലിംഗ് ചെയ്യുന്നവരും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും എന്തിനേറെ മാമലകളിൽ അള്ളിപ്പിടിച്ച് കയറുന്ന അതിസാഹസികരായ ആളുകളെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മാമലകളിൽ നിന്ന് പിറവികൊണ്ട് ഇഴുകി ഒലിച്ച് ജലഗണങ്ങൾ കൂടിച്ചേർന്ന് ആ അമ്മയ്ക്ക് വെള്ളി ആഭരണം തീർത്തുകൊണ്ട് അടിവാരത്ത് തല്ലി ഉലച്ച് പതഞ്ഞു ഉയരുമ്പോൾ ഭൂമിദേവി ഒരു കുഞ്ഞിനെ എന്ന പോലെ വാരിപ്പുണർന്ന് സാന്ത്വനിപ്പിച്ച് മെല്ലെ തലോടി ദാഹിച്ചു വലഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന മറ്റു ഭൂമികയ്ക്കും ജീവജാലങ്ങൾക്കുമായി മാറ്റുന്ന കാഴ്ച ഏതൊരു പ്രകൃതി സ്നേഹിയെയും ആകർഷിക്കുന്ന ഒന്നാണ്.
അതിമനോഹരവും സാഹസികവുമായ മറ്റൊരു ഭാഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തുടർന്ന് കാണാൻ മറക്കാതിരിക്കുക.